നമസ്കാരം. റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസ് വീണ്ടും ഞങ്ങൾ ആരംഭിക്കുകയാണ്. നേരത്തെയൊക്കെ രാവിലെ 9:30 മണിക്കാണ് റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസ് ഞങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ ഇടക്കാലത്ത് വെച്ചത് നിന്നുപോയിരുന്നു. വീണ്ടും ആ പരിപാടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഇനി മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 കേരളത്തിൻ്റെ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിലുള്ള പ്രമുഖരുമായി റിപ്പോർട്ടറിൻ്റെ എഡിറ്റോറിയൽ ടീം അരമണിക്കൂർ ചോദ്യങ്ങൾ ചോദിക്കുകയും സംവദിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് AM ആരിഫാണ്. റിപ്പോർട്ടറിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കളമശ്ശേരിയാണ്. അതിൻ്റെ തൊട്ടടുത്ത് ചേർത്തലയിൽ നിന്നാണ് ആരിഫ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം അയൽക്കാരനാണ്. ആക്രമിച്ചു തുടങ്ങുമ്പോൾ അയൽക്കാരിൽ നിന്ന് തന്നെ ആ ആക്രമം ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ആരിഫ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. സ്വാഗതം ശ്രീ AM ആരിഫ്. ആരിഫിന് കേൾക്കാമോ? സ്വാഗതം വരെ കേട്ടു. അതെ അല്ലേ? അല്ല, ആരിഫിനെ ഞങ്ങൾ പറഞ്ഞത് ഇപ്പം റിപ്പോർട്ടറിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കളമശ്ശേരി ആണല്ലോ. നമ്മുടെ തൊട്ട് അടുത്താണ് ആരിഫ് ഉള്ളത്, ചേർത്തലയിൽ. അപ്പം ആക്രമിച്ചു തുടങ്ങുമ്പോൾ അയൽക്കാരനെ ആക്രമിച്ചു തുടങ്ങുന്നതാണല്ലോ നല്ലത്, അങ്ങനെ ആരംഭിക്കുന്നതാണല്ലോ നല്ലതെന്ന് പറയായിരുന്നു ഒരാമുഖമായിട്ട്. ഏതായാലും AM ആരിഫ്, ആദ്യത്തെ ചോദ്യം ആക്രമണം തന്നെയാണ്. ആദ്യത്തെ ചോദ്യം നോക്കൂ. ഈ ആലപ്പുഴയിൽ AM ആരിഫിൻ്റെ തോൽവി CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. CPM അതിൻ്റെ തോൽവിക്ക് ഘടകങ്ങളായി പല കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലേറ്റവും സുപ്രധാനമായൊരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് CPMന് കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങളുടെ, അതായത് ഈഴവ വിഭാഗത്തിൻ്റെ വോട്ട്, ആ വോട്ട് വലിയ രീതിയിൽ ചോർന്നു പോയി എന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ മാധ്യമങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം, അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആലപ്പുഴയിൽ CPMന് സംഭവിച്ച വലിയ തിരിച്ചടിയാണ്. അവിടെ BJPക്ക് താങ്കൾക്ക് അറിയുന്നത് പോലെ, പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ 11% വോട്ട് വർധനയാണ് ഉണ്ടായത്. ആരിഫെ, ഞാൻ വളരെ ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ്, ഈ ആരിഫിൻ്റെ തോൽവിയുടെ യഥാർത്ഥ ഉത്തരവാദി വെള്ളാപ്പള്ളി നടേശനാണോ? അങ്ങനെ തീർത്ത് പറയാൻ പറ്റത്തില്ല. അതായത് വിവിധ ഘടകങ്ങൾ, ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾ വിചാരിച്ചാലോ ഒരു സംഘടന വിചാരിച്ചാലോ ഒരാളെ തോൽപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ തീർത്തും പറയുന്നത് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വിവിധ സമുദായ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു ജില്ലയാണ് ആലപ്പുഴ, പ്രത്യേകിച്ച് ആലപ്പുഴ മണ്ഡലം. അതിലൊരു സമുദായ വിഭാഗം അങ്ങോട്ട് പോയ കുറച്ചുകൂട്ട് എൻ്റെ ഭാഗമായി കുറച്ചുകൂട്ട് പോയിട്ടുണ്ട്. അത് തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെയും അദ്ദേഹത്തിൻ്റെ സംഘടനയുടെയും അദ്ദേഹത്തിൻ്റെ സംഘടനാ സംവിധാനങ്ങളുടെയും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം വഹിച്ച പശ്ചാത്തലത്തിലും അദ്ദേഹം തന്നെ ഒരു ഘട്ടത്തിൽ തുറന്ന് ചില കാര്യങ്ങൾ പറഞ്ഞതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒക്കെ വോട്ട് ഗണ്യമായി ചോർന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതുമാത്രമാണ് എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നാൽ ബാക്കിയെല്ലാം പ്രശ്നങ്ങളും അപ്രസക്തമാകുമോ? ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മണ്ഡലങ്ങളിൽ നമ്മുടെ ആലത്തൂർ മാത്രമല്ലേ നമ്മൾ ജയിച്ചുള്ളൂ. അപ്പോൾ അവിടെ എല്ലാം ഒരാളാണോ ഇതിന്റെ എല്ലാം തോൽവിയുടെ ഘടകങ്ങളായി വരുന്നത്? അങ്ങനെയല്ല, അത് നല്ല നിരീക്ഷണമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ, നമ്മുടെ താങ്കൾ സൂചിപ്പിച്ച വളരെ കൃത്യമാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ മണ്ഡലങ്ങൾ ആകപ്പാട് ഒരു സീറ്റിലേ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി 19 സീറ്റിലും CPM തോറ്റുപോയി. ആ CPMൻ്റെ വിലയിരുത്തൽ ഒരു സുപ്രധാനമായ രാഷ്ട്രീയ പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല, ഒരു പ്രശ്നം തന്നെയായിരുന്നു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഒരു പ്രശ്നമായിരുന്നു. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായിട്ടുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ ഒരു പ്രശ്നമായി. ഇങ്ങനെ നിങ്ങൾക്ക് വിവിധ ഘടകങ്ങൾ കണ്ടെത്താം. പക്ഷേ പാർട്ടി എന്ന നിലയ്ക്ക് കേരളത്തിലെ CPMൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വസ്തുത കൂടി, ഒരു സാമൂഹിക വസ്തുത കൂടി CPM കണ്ടെത്തിയിട്ടുണ്ട്. അത് അടിസ്ഥാനപരമായിട്ടുള്ള ഈ പറയുന്ന പിന്നാക്ക വിഭാഗങ്ങളുടെ പിന്തുണയിൽ വന്നിട്ടുള്ള ചോർച്ചയാണ്. അതിൻ്റെ ഏറ്റവും നല്ല തിരിച്ചടി കിട്ടിയത് ആരിഫിനാണെന്നേ. ആലപ്പുഴയാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. ആറ്റിങ്ങൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, തൃശ്ശൂർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോഴും ഏറ്റവും വലിയ വോട്ട് വളർച്ച കാണിച്ചത് BJP ഈ പറയുന്ന ആലപ്പുഴ മണ്ഡലത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ഡയറക്റ്റായിട്ട് ചോദിച്ചത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ പിന്നോക്ക സമുദായ വിഭാഗങ്ങളിൽ അവർ ഏതെങ്കിലും സമുദായ നേതൃത്വമോ സമുദായ സംഘടനകളോ പറഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ സ്വാധീനത്താൽ വോട്ട് നഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ
ഞങ്ങളുടെ സമുദായ നേതാവ് പറഞ്ഞിരിക്കുന്നു, നമ്മുടെ സമുദായ പ്രസ്ഥാനം പറഞ്ഞിരിക്കുന്നു, എന്നാൽ ഞങ്ങൾ മാറ്റി ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാറുന്നതല്ല ജനം. അങ്ങനെ അവരുടെ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നേരത്തെ പറഞ്ഞ ചില ഘടകങ്ങൾ തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്ന് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ള ഘടകങ്ങളും കൂടി കൂട്ടിച്ചേർത്താണ് ഇത് വരുന്നത്, പ്രതിഫലിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരു നേതൃത്വം അങ്ങോട്ട് എന്തെങ്കിലും ഒരു സമുദായ നേതൃത്വം പറഞ്ഞാൽ ഉടനെ തന്നെ അക്ഷരം പ്രതി അനുസരിച്ച് ജനം വിഭാഗം വോട്ട് ചെയ്യുന്നു. ശരി, ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ബാക്കി എന്നോടൊപ്പം സ്മൃതി പരുത്തിക്കാടും സുജയ പാർവതിയുമുണ്ട്. അവരും താങ്കളുമായി സംസാരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം കൂടി. ഇപ്പോൾ താങ്കൾ പറഞ്ഞു വെള്ളാപ്പള്ളി മാത്രമല്ല വിവിധ ഘടകങ്ങളുണ്ട് എന്ന്. ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഈ പറയുന്ന കണക്ക് സംസ്ഥാന കമ്മിറ്റി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഈ പറയുന്ന ഈഴവ വോട്ടുകൾ വലിയ രീതിയിൽ ചോർന്നു പോയിട്ടുണ്ട് എന്നാണ്. പക്ഷേ താങ്കൾ അംഗമായിട്ടുള്ള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. വെള്ളാപ്പള്ളി അങ്ങനൊരു എന്താ പറയുക ഇടതുപക്ഷ വിരുദ്ധനല്ല എന്ന് പോലും പരസ്യ പ്രസ്താവന നടത്തുന്നുണ്ട് ആലപ്പുഴയിലെ നിങ്ങളുടെ നേതാക്കൾ. അമ്പലപ്പുഴ മണ്ഡലത്തിൽ എച്ച് സലാം വിജയിച്ചിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ ഈഴവ വോട്ടുകളുള്ളതാണ്. പി ചിത്രരഞ്ജൻ ആലപ്പുഴയിൽ ജയിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ഈഴവ വോട്ടുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ തന്നെ പറയുന്നത് വെള്ളാപ്പള്ളി അങ്ങനൊരു കുഴപ്പവും കാണിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ താങ്കൾ അംഗമായിട്ടുള്ള ജില്ലാ നേതൃത്വത്തിന് അങ്ങനൊരു അഭിപ്രായമില്ല, സംസ്ഥാന നേതൃത്വത്തിൻ്റെ അഭിപ്രായമില്ല. അപ്പോൾ എന്താണ് താങ്കൾക്ക് ഈ പറയുന്ന ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായത്തോടുള്ള താങ്കളുടെ ഒരു പ്രതികരണം? ജില്ലാ കമ്മിറ്റി അപ്രകാരം ഒരു വിലയിരുത്തൽ നടത്തിയിട്ടില്ല, അതാദ്യം മനസ്സിലാക്കണം. ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വോട്ട് ഗണ്യമായി ചോർന്നു പോയിട്ടുണ്ട് ആലപ്പുഴയിൽ എന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയത് ശരിയല്ല, അത് തെറ്റായ ഒരു വിശകലനമാണ് എന്ന് ജില്ലാ കമ്മിറ്റി എങ്ങും വിലയിരുത്തിയിട്ടില്ല. പിന്നെ ഘടകങ്ങളിൽ അഭിപ്രായം പറയുന്നവർ, അത് ഇപ്പോൾ ഞാനുള്ള ജില്ലാ കമ്മിറ്റിയിൽ പറയപ്പെടുന്നവരാരും ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഇനി സെക്രട്ടേറിയറ്റിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയാനും പാടില്ല. ഇനി ഇത്തരം അഭിപ്രായങ്ങൾ പറയാനുള്ള വേദിയും സ്വാതന്ത്ര്യവും ഓരോ പാർട്ടി മെമ്പർമാർക്കും ഉണ്ട്. അത് അവരുടെ വീക്ഷണമാണ്, അതൊരു കമ്മിറ്റിയുടെ വിലയിരുത്തലല്ല. ഇവിടെ ആർക്കും അത്തരത്തിൽ അഭിപ്രായം പറയാനും അഭിപ്രായം രേഖപ്പെടുത്താനും കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുകൂടിയാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് അവരുടെ ഒരു പ്രശ്നം കൂടിയാണോ ആരിഫേ? കാരണം ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അത് ഈ എച്ച് സലാമിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത പ്രാവശ്യം അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കേണ്ടതുണ്ട്, ചിത്രഞ്ജനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കേണ്ടതുണ്ട്. താങ്കൾ ശരിയായിട്ട് പറഞ്ഞ കണക്ക് താങ്കൾ സെക്രട്ടേറിയറ്റ് മെമ്പർ അല്ല, ജില്ലാ കമ്മിറ്റിയിലാണ് താങ്കൾ ഉള്ളത്. ആ ഘടകത്തിൽ എന്താണ് ചർച്ച ചെയ്യുന്നത് താങ്കൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഈ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളവും വെള്ളാപ്പള്ളി ഒരു പ്രധാനപ്പെട്ട ആളാണ്, ഈഴവ സമുദായം ഒരു പ്രധാനപ്പെട്ട ആളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ യഥാർത്ഥ പ്രശ്നത്തെ ശരിയായ രീതിയിൽ അഭിസംബോധന ചെയ്തില്ലെങ്കിൽ ഈ വീഴ്ചകൾ പരിഹരിക്കാൻ കഴിയില്ല. അവനവൻ്റെ ചെറിയ ചെറിയ നേട്ടങ്ങളുടെ ഒരു ഭൂമിശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ വിലയിരുത്തരുത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു വിലയിരുത്തൽ സെക്രട്ടേറിയറ്റ് നടത്തിയിട്ട് ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇങ്ങനെ ഇപ്രകാരം വെള്ളാപ്പള്ളിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമോ ഒരുവിധ ദ്രോഹവും ചെയ്തിട്ടില്ല എന്നാണ് സെക്രട്ടേറിയറ്റ് കരുതുന്നത് എന്ന് ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും വ്യക്തികൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ തെറ്റാണ് എന്ന രൂപത്തിലായിരിക്കില്ലല്ലോ. പക്ഷേ വിരുദ്ധമായ അഭിപ്രായങ്ങൾ അവിടെ ഉയർന്നു വരുന്നു. ഇപ്പോൾ ശ്രീ എ ആരിഫ്, താങ്കളുടെ സ്ഥാനാർത്ഥിത്വം തന്നെ വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം കൂടി വന്നിട്ടുണ്ടല്ലോ. താങ്കൾ ഇരിക്കുമ്പോൾ തന്നെ സംഭവിച്ചതാണല്ലോ. അത് കായംകുളത്തു നിന്നുള്ള അംഗമാണ് ആ രൂപത്തിൽ വിമർശനം ഉന്നയിച്ചത് എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, പുറത്തേക്ക് വരുന്ന വിവരങ്ങളെ നിഷേധിച്ചിട്ട് കാര്യം, താങ്കൾക്ക് പറ്റുമെങ്കിൽ ചില കാര്യങ്ങൾ അവിടെ നടന്ന കാര്യങ്ങളോട് പ്രതികരിക്കാമെന്നാണ് ഞാൻ അത് ചോദിക്കാൻ കാരണം, താങ്കളുടെ സ്ഥാനാർത്ഥിത്വം തന്നെ പ്രശ്നമാകുന്നതിന് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാട്ടിയത് താങ്കൾ ചില വിഷയങ്ങളിൽ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഗണപതി മിത്താണ് എന്ന് എൻ ഷംസീർ പറഞ്ഞ ഘട്ടത്തിൽ താങ്കൾ പ്രതികരിച്ചേയില്ല. അതേസമയം കെ അനിൽകുമാർ മലപ്പുറത്ത് തട്ടമിടാത്ത രീതിയിലേക്ക് മുസ്ലിം സ്ത്രീകൾ വളർന്നു എന്ന രൂപത്തിലൊരു പ്രതികരണം നടത്തിയ ഘട്ടത്തിൽ താങ്കൾ പെട്ടെന്ന് കയറി പ്രതികരിച്ചു. അപ്പോൾ അങ്ങനെ താങ്കൾ ചെയ്തു തന്നെ ശരിയല്ല. ഇത് നോക്കൂ, ഇതൊക്കെ BJPക്ക് അകത്ത് വരുന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് പാർട്ടിക്കകത്തുണ്ടായത്. അപ്പോൾ ആ രൂപത്തിലേക്ക് ആലോചനകൾ അവിടെ കടന്നിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതല്ലേ? മാത്രമല്ല, KC വേണുഗോപാൽ നിന്നില്ലായിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ജയിച്ചേനെ എന്ന വിലയിരുത്തൽ കൂടി പാർട്ടി നടത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഘടകത്തിലെ വിലയിരുത്തലുകളല്ല ഈ പറയുന്നത്. അത്തരം വാർത്തകൾ ചമച്ചുണ്ടാക്കുന്നവർക്ക് ചില ലക്ഷ്യങ്ങൾ കണ്ടേക്കാം. ആ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ പൂർണ്ണമായും ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്ത ആളാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ആ ജില്ലാ കമ്മിറ്റിയിൽ
പിന്നെ കായംകുളത്തു നിന്നുള്ള കമ്മിറ്റി അംഗമോ ഒരാളുമോ ആ തരത്തിൽ എന്നെ കുറിച്ചൊരു പരാമർശവും നടത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ നടത്തിയപ്പോൾ പെട്ടെന്ന് അനിൽകുമാറിൻ്റെ പ്രസംഗത്തിൽ മേൽ ഞാൻ ചാടിക്കയറി പറഞ്ഞത് തെറ്റാണ് എന്ന് നിങ്ങൾ 3 പേരും കൂടി ഇരിക്കുന്ന യോഗത്തിൽ ഞാൻ ആവർത്തിച്ച് പരസ്യമായി സമ്മതിക്കുകയും കുറ്റസമ്മതം നടത്തിയതാണ്. പെട്ടെന്ന് മുസ്ലിം ഗ്രൂപ്പുകളിൽ നിന്ന് വന്ന വാർത്ത കണ്ടപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാൻ ഞാൻ നിർബന്ധിതനായി പോയി. പക്ഷെ അത് തെറ്റായ ഒരു പ്രവണതയാണ്, അത് ഞാൻ തുറന്ന് സമ്മതിച്ചിട്ടുള്ളതാണ്. മുസ്ലിം ഗ്രൂപ്പ് കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടുള്ള സംഭാവന കേട്ടോണം തട്ട ഊരിച്ചു എന്ന് പറഞ്ഞ് SDP അടക്കമുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെല്ലാം കൂടി മുസ്ലിം ഗ്രൂപ്പുകളിൽ ഉള്ള പ്രചരണങ്ങൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ കയറി ജലീലിൻ്റെ പോസ്റ്റങ്ങ് കയറി ഷെയർ ചെയ്തു. അതൊരു മറുപടി ജലീൽ പാർട്ടി നേതൃത്വവുമായി ചർച്ച ചെയ്തോ അല്ലാതെയോ ഒക്കെ തയ്യാറാക്കിയതായിരിക്കാം. പിന്നീട് ശരിയെന്ന് ജലീൽ പറഞ്ഞതിനെ പാർട്ടി നേതൃത്വം ശരിവെക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്തത്. പക്ഷേ അത് അങ്ങനെ ഷെയർ ചെയ്യാനുള്ള അധികാരം എനിക്കില്ല. അത് നമ്മൾ 3 പേരും കൂടി ഇരിക്കുന്ന ചർച്ചയിൽ തന്നെ ഞാൻ പരസ്യമായി തുറന്ന് സമ്മതിച്ചതാണ്. ശരിയാണ് ശ്രീ താങ്കൾ സമ്മതിച്ചതാണ്. ശരിയാണ്, ഞങ്ങളുടെ പരിപാടിയിൽ തന്നെ പ്രസ് കോൺഫറൻസിൽ തന്നെയാണ് താങ്കൾ അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ അത് അവിടെ പ്രതിഫലിച്ചു എന്നുള്ള വിലയിരുത്തൽ പാർട്ടി നടത്തിയിരിക്കുകയാണ്. അപ്പുറത്ത് മുസ്ലിം ന്യൂനപക്ഷ വിരോധം ശക്തമായി പറയുന്ന എനിക്കറിയില്ല കേട്ടോ, ഞാനിരുന്ന കമ്മിറ്റിയിലെങ്ങും ശ്രീ എം ആരിഫ്, അപ്പുറത്ത് മുസ്ലിം ന്യൂനപക്ഷ വിരോധം ശക്തമായി പറയുന്ന വെള്ളാപ്പള്ളി പ്രധാന ഘടകമായി അവിടെ നിൽക്കുന്നു. വെള്ളാപ്പള്ളി പറയുന്നത് കേൾക്കാനായി ഒരുപാട് പേരുണ്ടായി. 32% വോട്ട് പോയി എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയല്ലേ? അതെ, തീർച്ചയായിട്ടും ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും. ഇല്ല, തീർച്ചയായിട്ടും അതിനേക്കാൾ ഗൗരവമായി ഉപയോഗപ്പെടുത്തിയപ്പോൾ ഞാൻ കേസ് കൊടുത്ത് FIR ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇലക്ഷൻ കേസിന് സാധ്യതയുണ്ടോയെന്നും ഉള്ളത് വക്കീലന്മാരുമായിട്ട് ഞാനൊരു അഭിഭാഷകൻ കൂടിയാണ്. അപ്പോൾ അതൊരു കറപ്റ്റ് പ്രാക്ടീസാണ് എന്ന നിലയിലൊക്കെയാണ് എൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള അറിവ്. ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് അഭിഭാഷകരുമായി അക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രസംഗം പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് മുറിച്ച് അത് വലിയ തോതിൽ ഇലക്ഷന് വേണ്ടി ക്യാമ്പയിൻ ചെയ്തു. ഞാൻ ക്ലാരിഫൈ ചെയ്തതാണല്ലോ നമ്മുടെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. LDF-നോ CPM-നോ ഗവൺമെൻറ്റിനോ ഒരാളെ പോലും കയറ്റാൻ അവിടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരാരെയും വിളിച്ചു കൊണ്ടുവന്നില്ല. സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുവെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ കോടതി പറയുകയാണ് ഞങ്ങളുടെ ഉത്തരവുമായി വരുന്ന ഒരാളെ കയറ്റാൻ സംരക്ഷണം കൊടുക്കാത്ത ഒരു ഗവൺമെൻറ്റിന് എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഒരു സുവർണാവസരമായി കണ്ടുകൊണ്ട് മോഡി ഗവൺമെൻറ് ഈ സർക്കാരിനെ പിരിച്ചുവിടും. അപ്പോൾ ആ ഭീഷണിയെ നേരിടാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞതല്ലാതെ ഒരാളെപ്പോലും വിളിക്കുകയോ നിർബന്ധിച്ചു കൊണ്ടുവരാനോ ശ്രമിച്ചിട്ടില്ല എന്ന എൻ്റെ അഭിപ്രായം സെൻറ്റൻസിനെ നടുക്ക് വെച്ച് മുറിച്ചെടുത്ത് എനിക്കെതിരായി ഉപയോഗിച്ചതിനെ കുറിച്ച് ഞാൻ കേസ് കൊടുക്കുകയും കേസിന്മേൽ ഇപ്പോൾ FIR ഇടുകയും പ്രതികളെ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഇത് വ്യാപകമായി UDF-ഉം അതുപോലെ തന്നെ BJP-യും നല്ല നിലയിൽ പ്രചോദനപ്പെടുത്തിയിട്ടുണ്ട് എനിക്കെതിരായി. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിൽ നിന്ന് ചിലതെല്ലാം അവർ ഉപയോഗപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇല്ലാത്ത ഉപയോഗപ്പെടുത്തുമെങ്കിൽ പിന്നെ ഉള്ളത് ഉപയോഗപ്പെടുത്താതിരിക്കുമോ? അപ്പോൾ അതൊക്കെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിലുണ്ടാവും. ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത് മറ്റൊരാളെ തോൽവിക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ അത് കറപ്റ്റ് പ്രാക്ടീസാണ്. അത് കോടതി ചോദ്യം ചെയ്യട്ടെ. ഞാനത് കോടതിയിൽ ചോദ്യം ചെയ്തതിനെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമ വിദഗ്ധരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഞാനിപ്പം ഈ ആദ്യമായി മത്സരിക്കുന്ന ഒരാളല്ലോ. 3 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുണ്ടായി. BDJS രൂപം കൊണ്ടതിന് ശേഷമാണ് 2016 ഞാൻ മത്സരിക്കുന്നത്. ബഹുമാനായ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും പൂർണ്ണമായും BDJS-ന് പിന്തുണ പ്രഖ്യാപിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2016. അതിൻ്റെ എല്ലാ മിഷണറികളും അതിനുവേണ്ടി പ്രവർത്തിച്ചപ്പോഴാണ് ഞാൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. പക്ഷേ അവിടെ കൊണ്ട് അവർ അവസാനിപ്പിച്ചില്ല. അവർ ആ ധ്രുവീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകൾ അന്ന് മുതൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനായ വെള്ളാപ്പള്ളി നടേശൻ എപ്പോൾ പ്രസംഗിച്ചത്? ഇപ്പോൾ 2019 അദ്ദേഹം എന്നെ പിന്തുണച്ചുകൊണ്ട് ഞാൻ ജയിച്ചില്ലെങ്കിൽ തലമുട്ടയടിക്കുമെന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. അപ്പം ഞാൻ മുസ്ലിം അല്ലേ? അതായത് താങ്കൾക്ക് വേണ്ടി നിലപാടുണ്ട്. ഇനി പോട്ടെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ക്ലാരിഫൈ ചെയ്ത് ലെറ്റ് മീ കംപ്ലീറ്റ്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ കണ്ട് ചോദിച്ചല്ലോ, ഇവിടെ എന്താ സ്ഥിതി, റിസൾട്ട് എന്തായിരിക്കും? ശോഭ കുറച്ച് കൂടുതൽ വോട്ട് പിടിക്കും, അത് ആരിഫിന് സഹായകരമായി വരും. ഇതായിരുന്നു ബഹുമാന വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പോട്ടെ, ഞാൻ പറഞ്ഞത് ഇതെല്ലാം വിവിധ സന്ദർഭങ്ങളിൽ അദ്ദേഹം വ്യത്യസ്തങ്ങളായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തലമുട്ടയടിക്കുമെന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ ആളുകൾ എന്നോട് പറഞ്ഞു, അങ്ങനെ പ്രസംഗിക്കരുതെന്നും പറയരുതെന്നും പറയണം. പണ്ട് സജി ചെറിയാനും ഇതുപോലെ തന്നെ വിഷ്ണുനാഥുമായി മത്സരിച്ചപ്പോൾ സജി ചെറിയാന് ഫേവറബിളായിട്ട് ഇദ്ദേഹത്തിന് ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന വിശ്വനാഥ് പരാജയപ്പെടുമെന്നായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം മീശ ഒഴിക്കുന്നു എന്തൊക്കെയൊന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ സജി ചെറിയാൻ തോക്കാൻ ഇടവന്നു. അതുകൊണ്ട് അത്തരം പ്രസ്താവനകൾ നടത്താതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെയാണ് അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം പിറ്റേ ദിവസം അത് തമാശ രൂപത്തിൽ എൻ്റെ തലയിൽ മുടിയില്ല, അതുകൊണ്ട് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞാണ് എന്ന് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തു. അതോടുകൂടി ആ വിഷയം എന്നാലും ചില ചാനലുകൾ 3 ദിവസം ചർച്ച ചെയ്തു അതിനെക്കുറിച്ച്, കാര്യം അത് ലൈവായി നിലനിർത്താൻ വേണ്ടി. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഷംസീറിൻ്റെ പ്രസംഗങ്ങളും എൻ്റെ പിന്നെ എടുത്തിയാടിയുള്ള പ്രതികരണങ്ങളും എല്ലാം ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ശ്രീ എം ആരിഫ്, ഞാൻ ചോദിക്കാൻ വന്നത്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം താങ്കൾ വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തിയതാണല്ലോ. അപ്പോൾ പിന്തുണ അദ്ദേഹം നൽകാമെന്ന് പറയുകയും ചെയ്തു. ആ പിന്തുണ നൽകാമെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ പിന്നീട് എപ്പോഴാണ് BJP ചേരിയിലേക്ക് മാറുകയും BJPയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് അനുകൂലമായി സംസാരിക്കുന്നതിലേക്ക് എത്തുകയും ചെയ്തത്? അതേക്കുറിച്ച് താങ്കളുടെ ഒരു അനുമാനം ഉണ്ടാകുമല്ലോ, അതെന്താണ്? ഞാൻ ഇപ്പോൾ അദ്ദേഹം തന്നെ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായ നിലയിൽ ഇടപെടില്ല, അതിന് വേറെ ചില കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞത് ഇപ്പോൾ എനിക്ക് പരസ്യമായി മാധ്യമങ്ങളോട് പറയാൻ താല്പര്യമില്ല. ചില കേസുകളുമായി ബന്ധപ്പെട്ട കാര്യമാണോ ശ്രീ എം ആരിഫ്? ഇനി എന്തിനാണ് താങ്കൾ ഭയക്കുന്നത്? താങ്കൾക്ക് പിന്തുണ തന്നില്ല BJP സ്ഥാനാർത്ഥിക്കാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ബഹുമാനായ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടേശൻ ജി എന്നാണ് വിളിച്ചത്. ബന്ധമൊക്കെ വ്യക്തമാണ്. ഇനി താങ്കൾ എന്തിനാണ് ഒളിക്കുന്നത്? അല്ല, അത് ഞാനതല്ല, എന്നോട് വ്യക്തിപരമായി പറഞ്ഞ ഒരു കാര്യം അത് മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നത് ശരിയല്ല. അത് അദ്ദേഹം ഇനി എന്നെ എത്ര കണ്ട് ദ്രോഹിച്ചിരുന്നാൽ പോലും ഞാനത് പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ പറയാൻ എന്തെല്ലാം രഹസ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഓരോരുത്തരെയുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതൊരു ജെന്റിൽമാൻ ചർച്ചയിൽ മാനിക്കുന്നു സാർ, താങ്കൾ പറഞ്ഞതിനെ പൂർണ്ണമായും മാനിക്കുന്നു ശ്രീ എം ആരിഫ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ 2019 പിന്തുണ SNDPയിൽ നിന്നുണ്ടാകില്ല എന്ന് താങ്കൾക്ക് തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ പോകുന്നതിന് മുൻപേ അറിയാമായിരുന്നു. അറിയാമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഹരിപ്പാട്ടും കായംകുളത്തുമൊക്കെ മൂന്നാമതായതിന്റെയും കാരണം താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇത്രയും വലിയ ഒരു ആഘാതം എന്ന നിലയിലേക്ക് ഞാൻ അനുമാനിച്ചില്ല. വലിയ തോതിലുള്ള വോട്ടിന്റെ ചോർച്ച എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് പാർട്ടി നേതൃത്വത്തിന്റെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 7 പാർലമെന്റ് മണ്ഡലത്തിലും പാർട്ടി നേതൃത്വം മുൻകൈയെടുത്ത് വനിതാ പാർലമെന്റ്, സാധാരണഗതിയിൽ വനിതാ പാർലമെന്റ് സ്റ്റേറ്റ് ഒട്ടുക്ക് ഒരേ പാറ്റേണിൽ വരുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടും ഇത്തവണ അങ്ങനെ വന്നില്ല. ഇവിടെ പാർട്ടി നേതൃത്വം തന്നെ ചർച്ച ചെയ്താണ് 7 അസംബ്ലി മണ്ഡലം വനിതാ പാർലമെന്റ് വെച്ചത്. പക്ഷേ വനിതാ പാർലമെന്റ് വെച്ചത് ഏത് ഉദ്ദേശത്താലാണോ ആ ഉദ്ദേശത്തിനെ ഫോക്കസ് ചെയ്ത് എനിക്ക് 7 മണ്ഡലത്തിലും പങ്കെടുക്കാൻ പറ്റിയില്ല. എൻ്റെ റൂട്ട് പിന്നെ ഓപ്പൺ പര്യടനവുമായി പോയി. എനിക്ക് കൂടി പങ്കെടുക്കാൻ കഴിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അത് നേതൃത്വത്തോട് പറയുകയും ചെയ്തെങ്കിലും ഈ സമയക്രമീകരണത്തിൽ അത് പാലിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് 7 അസംബ്ലി മണ്ഡലത്തിലെയും ഏതാണ്ട് ഏകദേശം 3000, 4000 മുതൽ 10000 വരെ സ്ത്രീകൾ പങ്കെടുത്ത വനിതാ പാർലമെന്റ് 7 അസംബ്ലി മണ്ഡലങ്ങളിലായി നടന്നു. ഇതേ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നടത്തണമെന്ന് കണക്കാക്കിയാണ്. പക്ഷേ ഏത് ഉദ്ദേശത്താലാണോ അത് വെച്ചത് ആ ഉദ്ദേശം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സംഘടനാപരമായ ഒരു ദൗർബല്യമാണ്. അതായത് ഹരിപ്പാട്ടും കായംകുളത്തും സംഘടനാപരമായ വീഴ്ച ഉണ്ടായി. പിന്നെ അവിടെ നിലനിൽക്കുന്ന വിഭാഗീയതയെക്കുറിച്ച് കേൾക്കുന്നതൊക്കെ സത്യമാണോ? അല്ലെങ്കിൽ എം ആരിഫ് 3ാം സ്ഥാനത്തേക്ക് പോകില്ലല്ലോ. ശോഭാ സുരേന്ദ്രൻ BJPക്ക് അവിടെ ഉള്ള വോട്ടുകളേക്കാൾ വളരെ വലിയ മുന്നേറ്റം അവിടെ നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. അല്ല, സംഘടനാപരമായ ദൗർബല്യങ്ങൾ ആണല്ലോ മുഖ്യം. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഏതെല്ലാം തരത്തിൽ ഇപ്പം നമ്മൾ LDF UDF തമ്മിൽ മത്സരിക്കുകയാണ് കേരളത്തിൽ. LDFന് അനുകൂലമായ തരംഗം ആഞ്ഞടിക്കുമ്പോൾ പോലും, ഓരോ മണ്ഡലത്തിലും വലിയ തരംഗം കേരളം ഒട്ടാകെ ആഞ്ഞടിക്കുമ്പോൾ പോലും UDF 40-42 മണ്ഡലങ്ങളിൽ ജയിക്കും. അതുപോലെ UDFന് അനുകൂലമായ വലിയ തരംഗം ആഞ്ഞടിക്കുമ്പോൾ പോലും LDF കുറച്ച് മണ്ഡലങ്ങളിൽ ജയിക്കും. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ സംഘടനാപരമായ നല്ല ധാരണയോടുകൂടി ജയിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടിയാണ് ആ വിജയത്തിന് ഒരു കാരണം.
അല്ലാതെ ജനങ്ങളുടെ ബേസ് ഉള്ള മണ്ഡലങ്ങൾ തന്നെ ആയിരിക്കാം അത്. ആ ജനങ്ങൾക്ക് നല്ല ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ വലതുപക്ഷത്തിനോ നല്ല ബേസുള്ള മണ്ഡലങ്ങളിൽ പോലും ചിലപ്പോൾ തോറ്റുപോകുന്നതും കാണാം. അപ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയണമെന്നെങ്കിൽ സംഘടനാപരമായ കരുത്തുണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കാൻ കഴിയും. സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി നടത്തിയ പരസ്യമായ പ്രസ്താവനയിലും സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി നടത്തിയ വിശകലനത്തിലും തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആ തുറന്ന് സമ്മതിച്ചത് പരിഹരിക്കാൻ വേണ്ടിയാണ്. ശരി, അതൊരു വളരെ കൃത്യമായ വാദമുഖമാണ്. സംഘടനാപരമായ ദൗർബല്യം സംഭവിച്ചിട്ടുണ്ട്, അതും തോൽവിക്ക് കാരണമാണ്. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ നോക്കൂ, ആലപ്പുഴയിൽ AM ആരിഫിനെ സ്ഥാനാർത്ഥിയായി ലോഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ ഒരു പാതി മനസ്സുണ്ടായിരുന്നു. പിന്നെ പാർട്ടിക്ക് സമ്പൂർണ്ണമായ മനസ്സോടുകൂടി അല്ല ആരിഫ് ലോഞ്ച് ചെയ്യപ്പെട്ടത് എന്ന് അക്കാലത്ത് തന്നെ ചർച്ചയുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ വടക്കൻ മേഖലയിൽ ഇളമരം കരീമിനെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. തെക്കൻ മേഖലയിലും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥി ആരിഫിനെ ഞാൻ ആരിഫിൻ്റെ ഈ പാർട്ടി പ്രവർത്തനത്തെ ഒന്നും കുറച്ച് കാണുകയല്ല, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ. കേരളത്തിൽ അങ്ങനെയൊക്കെയാണല്ലോ ഈ പിന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ പല ഘടകങ്ങൾ അതിൽ സ്വാധീനിക്കാറുണ്ട്. ഇപ്രാവശ്യം ഒരു നല്ല കാൻഡിഡേറ്റ് അല്ല ആരിഫ് ആലപ്പുഴയിൽ, പ്രത്യേകിച്ച് KC വേണുഗോപാലൂടി വരുന്നൊരു സാഹചര്യത്തിൽ. അതുകൊണ്ട് മറ്റൊരു കാൻഡിഡേറ്റിനെ കുറിച്ച് ആലോചിക്കണം എന്നൊക്കെയുള്ള ചില ചർച്ചകളൊക്കെ ആ സമയത്ത് നടക്കുന്നതായി വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. അപ്പോൾ ഒരു പാതി മനസ്സിൽ, താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ സംഘടനാ ദൗർബല്യം എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഭാഗമല്ലേ, അതൊരു പാതി മനസ്സോടുകൂടി ഒരു സ്ഥാനാർത്ഥിയെ ലോഞ്ച് ചെയ്താൽ അതൊരു വലിയ ദൗർബല്യമാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അത് ഈ എന്താ പറയുക, ഇതിന് ഞാനെങ്ങനെ ഉത്തരം പറയുന്നത് പാതി മനസ്സോടുകൂടി? ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഞാനുള്ളതിലോ ഞാൻ പങ്കെടുക്കുന്നതിലോ എവിടെയെങ്കിലും ഒരു സഖാവെങ്കിലും പറയുകയാണ് ഇപ്പോൾ ഇങ്ങനെ ആരിഫിനെ ഇപ്പോൾ ഈ തവണ മത്സരിപ്പിക്കുന്നത് അത്ര നമുക്ക് വിജയകരമാകാൻ സാധ്യതയില്ല എന്ന് ഏതെങ്കിലും ഒരു സഖാവെങ്കിലും, ഇനി പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി, അതുപോലെ തന്നെ താഴെ വിവിധ CPMന്റെ വിവിധ ഘടകങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ പേര് അവതരിപ്പിക്കുമ്പോൾ ആ പേര് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ആദ്യത്തെ കമ്മിറ്റികൾ കൂടുമ്പോൾ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾ പറയും. ഇതിങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ അവർക്ക്. ആരിഫിനെ നിർത്തി ഒട്ടും ശരിയായില്ല എന്നുള്ള മട്ടിൽ ഒരാളെങ്കിലും ഇത്രയും വിപുലമായ കരുനാഗപ്പള്ളി മുതൽ അരൂർ വരെ കിടക്കുന്ന പാർട്ടി ഘടകങ്ങളിൽ ഏതെങ്കിലും ഒരാളെങ്കിലും ഒരു സന്ദർഭത്തിലെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ വാദഗതി അംഗീകരിക്കാൻ അല്ല. പക്ഷേ അതിന്റെ കൂടെ ചോദിച്ചോട്ടെ, വളരെ നല്ല കാര്യം താങ്കൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും. നേതൃത്വം പല കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ പറയാം, അതിനൊരു വശം കൂടി ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ്. നേതൃത്വം പല കാര്യങ്ങൾ ഞാൻ ഊഹിക്കുന്നതാണ്, എന്റെ ഊഹത്തിന്റെ ശരിയാണ്. ഇപ്പൊ നിലവിൽ പിന്നെ ഒരു സിറ്റിംഗ് മെമ്പറാണ്. കഴിഞ്ഞ ഇതുപോലെ തന്നെ ഇടതുപക്ഷ വിരുദ്ധമായ തരംഗം ആഞ്ഞടിച്ചപ്പോൾ ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ജയിച്ചത്. ആ ജയിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തിയിട്ട് എന്തായിരിക്കും അപ്പോഴത്തെ ചർച്ച? എന്തായിരിക്കും? ആകെ കൂടി ജയിച്ച ഒരാളാണ്, അയാളെ കൂടി മാറ്റിക്കളഞ്ഞു എന്നായിരിക്കും പിന്നെ നിങ്ങളടക്കമുള്ളവരായ ചർച്ച വരാൻ പോകണം, അല്ലേ? അപ്പൊ ഈ ഘടകങ്ങളെല്ലാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അല്ല, അതായിരുന്നു സമ്മർദ്ദം. അതായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, രണ്ട് കാര്യങ്ങളാണ്. അതായത് ആകെ ജനിച്ച കനൽ ഒരു തരി എന്ന് പറയുന്ന ആലപ്പുഴ മാത്രമായിരുന്നു. ഇതൊക്കെ ഇത് ആശങ്കകൾ ഉണ്ടാവാം. KC വേണുഗോപാൽ വരുന്നത് എപ്പോഴാണ്? KC വേണുഗോപാൽ മത്സരിക്കുന്നു പോലും ആദ്യഘട്ടത്തിൽ ആരും വിചാരിച്ചില്ല. KC വേണുഗോപാൽ മത്സരിച്ചുകൊണ്ട് അത്ഭുതം ഉണ്ടായില്ല. ഷാനിമോൾക്ക് കിട്ടിയതിനേക്കാൾ 35,000 വോട്ട് കുറവാണ് ഷാനിമോളിൽ. മാധ്യമങ്ങൾ അദ്ദേഹം വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ചില വാർത്താ ദൃശ്യമാധ്യമമല്ല, 1-2 സ്പോൺസേഡ് വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞ വാചകം എന്താ? അദ്ദേഹത്തിന്റെ കരിഷ്മ, അദ്ദേഹത്തിന്റെ പിന്നെ പ്രതിഭയാണ് ഇത്രയും 35,000 വോട്ട് ഷാനിമോളിന് കിട്ടിയതിനേക്കാൾ കുറവാ. അല്ല, അവിടുത്തെ ഒരു പ്രശ്നം എന്താ പറയുക? ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇതും വിട്ടു ഞാൻ, ഈ സാമുദായിക വോട്ട് ചോർച്ചയുടെ കാര്യവും വിട്ടു. നോക്കൂ, അത് നമ്മുടെ ഈ CPMന്റെ അടിസ്ഥാന വോട്ടുകൾ ചോർന്നു ആരിഫെ, അതല്ലേ പ്രശ്നം. ഇപ്പൊ കഞ്ഞിക്കുഴിയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലം, അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ ചേർത്തല, അവിടെയൊക്കെ പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ചോർന്നു. അതെങ്ങനെയാണ് സംഭവിക്കുക? അതിനകത്ത് അടിസ്ഥാന വോട്ടുകൾ ചോർന്ന് എല്ലാ മണ്ഡലത്തിലും ചോർന്നിട്ടുണ്ട്. എങ്കിലും നല്ല രീതിയിൽ ചോർന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് ആലപ്പുഴ. ഈ അടിസ്ഥാന വോട്ടിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പിടിച്ചത് 2,98,000 ആണെങ്കിൽ ആറ്റിങ്ങലിൽ മാധ്യമങ്ങൾ പോലും മുരളീധരൻ പിടിച്ച വോട്ടിന്റെ എണ്ണം കാണുന്നില്ല, 3,17,000 അടിസ്ഥാന വോട്ടുകളല്ലേ അവിടെ ചോർന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചോർച്ച അവിടെ എല്ലാം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെയോ കൊല്ലത്തുണ്ടായില്ലേ? നല്ല രീതിയിലുണ്ടായില്ലേ?
അപ്പോൾ ഇതെല്ലാം ഉണ്ടായി. പക്ഷെ ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് പാർട്ടി പറഞ്ഞത് അടിസ്ഥാന വിഭാഗങ്ങളുടെ വോട്ട് ചോർന്നിട്ടുണ്ട്. അത് സാമുദായിക ധ്രുവീകരണം എന്ന് മാത്രമായി അതിനെ കുറച്ച് കാണരുത്. നിങ്ങളുടെ പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണമായി വിമർശനം ഉയർന്നിട്ടുള്ളത് ന്യൂനപക്ഷ പ്രീണനം എന്നുള്ള ഒരു ആരോപണമാണ്. അതിപ്പോൾ BJP ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണല്ലോ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അടിസ്ഥാന വോട്ട് നഷ്ടപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഇനി അങ്ങോട്ട് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും ഭയക്കുന്ന രീതിയിലേക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടാകുന്നുണ്ടോ? കാരണം ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ. മുസ്ലിം ലീഗിന് മുഖം നഷ്ടപ്പെട്ടു എന്ന് ആദ്യം പിണറായി വിജയൻ പ്രതികരിക്കുന്നു. പിന്നീട് പാർട്ടി സെക്രട്ടറിയുടെ ലേഖനമുണ്ടാകുന്നു. ആ രൂപത്തിൽ പിന്നീട് പാർട്ടി അങ്ങനെ ഒരു നിലപാടിലേക്ക് പോവുകയാണ്. അപ്പോൾ ന്യൂനപക്ഷ പ്രീണനം എന്ന ആരോപണം മറികടക്കാൻ ഇപ്പോൾ ലീഗിനെതിരെ തിരിയുന്നതിനെ എങ്ങനെ വേണം കാണാൻ? ഇനി അങ്ങോട്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ഈ പറയുന്ന ഘടകങ്ങളൊക്കെ എത്രത്തോളം പ്രതിഫലിക്കുമെന്നാണ് താങ്കൾ ആശങ്കപ്പെടുന്നത്? എനിക്കതിലെങ്ങും ആശങ്കയില്ല. ഞാൻ ഇതിനകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ തുടർച്ചയായി എന്നെ തന്നെ മത്സരിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു മാധ്യമം എന്നോട് ചോദ്യം ചോദിച്ചു. എൻ്റെ സ്ഥാനാർത്ഥി നിശ്ചയിച്ച് ഞാനിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ തന്നെ ഒരു മാധ്യമത്തിൻ്റെ ചോദ്യമാണ്, നിങ്ങളല്ല വേറൊരു മാധ്യമം, ദൃശ്യമാധ്യമം. അതിൽ ഞാൻ പറയുന്നത് അവർ പിന്നെ ലൈവ് ടെലികാസ്റ്റ് ആയിരുന്നു. അപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്ക് പാർട്ടി 3 തവണ നിയമസഭയിലേക്കും 1 തവണ പാർലമെൻറ്റിലേക്കും മത്സരിക്കാൻ അവസരം തന്നു. പിന്നെ രണ്ടാമത് വീണ്ടും പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ അവസരം തന്നിരിക്കുകയാണ്. ഇനി ഞാൻ മത്സര രംഗത്തേക്കില്ല എന്ന് പാർട്ടി പറഞ്ഞാലും മത്സരിക്കത്തില്ല എന്ന് ചോദിച്ചു. ഞാൻ പറയില്ല, എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. കാര്യം ഒരാൾക്ക് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി അവസരങ്ങൾ തന്നു എന്നുള്ള മട്ടിലാണ് ഞാൻ പ്രതികരിച്ചത്. അപ്പം ഇനിയിപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള മറ്റ് സ്ഥാനാർത്ഥികൾ നിർത്തുമോ നിർത്തത്തില്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉത്തരം പറയാൻ കഴിയത്തില്ല. കാര്യം അങ്ങനെ ഒരിക്കലും പാർട്ടി ചിന്തിക്കാനിടയില്ലെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പിന്നെ ഈ ന്യൂനപക്ഷങ്ങൾ എന്താ പറയുന്ന പിന്നെ ഭൂരിപക്ഷമായ സ്ഥലങ്ങളിൽ ചില വാദഗതികൾ ഉയർന്നു വന്നിരിക്കുന്നത് വെച്ച് നോക്കിയാൽ ഇനി തൊട്ട് മുസ്ലിങ്ങളെല്ലാം മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ മുസ്ലിം ജനസംഖ്യാ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ LDF UDF തമ്മിൽ അവിടെ മത്സരിക്കുക. ക്രൈസ്തവർ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ക്രൈസ്തവർ തമ്മിൽ മത്സരിക്കുക. പിന്നെ നായന്മാർ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ അവർ തമ്മിൽ മത്സരിക്കുക. ഈഴവർ ഭൂരിപക്ഷമുള്ളവർ അവർ തമ്മിൽ. ഇങ്ങനെ ഈ രൂപത്തിൽ സാമുദായികമായി വിഭജിച്ച മത്സരം നടക്കണം എന്ന മട്ടിലാണ് ഇപ്പോഴത്തെ പുതിയ വാദഗതികൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതിനെയൊക്കെ CPM പോലുള്ള ഒരു കക്ഷികൾ അംഗീകരിച്ചു കൊടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. ദൗർഭാഗ്യവശാൽ അങ്ങനെയുള്ള വാദഗതികൾ കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന ഘടകം ഉയർത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. എന്നിട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ അത് തള്ളിയെന്നും ഇങ്ങനെയല്ല പാർട്ടി കണക്കുകൾ എടുക്കുക എന്ന് അങ്ങോട്ട് പഠിപ്പിക്കേണ്ടി വന്നു എന്നാണ് കേൾക്കുന്നത്. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ വളരെ ആരിഫിന് നന്നായിട്ട് അറിയാം, ഇടതുപക്ഷം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കണക്കെടുക്കുക ക്രിസ്ത്യൻ വോട്ട് എത്ര കിട്ടി, ഈഴ വോട്ട് എത്ര കിട്ടി എന്നുള്ളതല്ല. മധ്യവർഗത്തിൻ്റെ വോട്ട് പോയിട്ടുണ്ടോ, വർഗ്ഗപരമായിട്ടുള്ള വിലയിരുത്തലാണല്ലോ എപ്പോഴും ഉണ്ടാകുക. അടിസ്ഥാന വർഗ്ഗത്തിൻ്റെ വോട്ട് പോയിട്ടുണ്ടോ, മത്സ്യത്തൊഴിലാളിയുടെ വോട്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ ആണ് ആലോചിക്കുക. അത് ആരിഫിന് നന്നായിട്ട് അറിയാം. പക്ഷേ ദൗർഭാഗ്യകരമായൊരു സാഹചര്യമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ആലോചിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഏതായാലും വലിയ പിന്നെ നന്ദി AM ആരിഫ്. പറയാവുന്നത്ര കാര്യങ്ങൾ താങ്കൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സംഘടനാ ദൗർബല്യം ഉണ്ടായിട്ടുണ്ട്, അതേപോലെ അടിസ്ഥാന വോട്ടിലുണ്ടായ ചോർച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് രണ്ടും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നൊരു വാദമുഖമാണ് അങ്ങ് വളരെ സത്യസന്ധമായി ഈ അഭിമുഖത്തിൽ ഉയർത്തിയത്. ആരിഫ് എന്തോ പറയാൻ വന്നു. അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം എന്താണ് നമ്മുടെ പ്രസ് കോൺഫറൻസ് പുനരാരംഭിച്ചപ്പോൾ ശ്രീ ഉണ്ണി ബാലകൃഷ്ണന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആക്രമണം അയൽവക്കത്തുകാരനോട് തന്നെ ആയിക്കോട്ടെ എന്ന് അദ്ദേഹം പിന്നെ പരാമർശിച്ച് തുടങ്ങിയ ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ അവസാനിപ്പിക്കാറുള്ള മിക്കവാറും ഒരു കവിതയിലാണല്ലോ. അപ്പോൾ ഇത്തവണ കലാകൗമുദി പ്രസിദ്ധീകരിച്ച ഒരു കവിതയാണ്. അതിലെ ആദ്യത്തെ വരിയെ പറയുന്നത് സമയക്കുറവുണ്ട്. ഒക്ടോബർ മാസം 2018 ഒക്ടോബർ 14 കലാകൗമുദി പ്രസിദ്ധീകരിച്ച എൻ്റെ പ്രളയകാല പാഠങ്ങൾ എന്ന കവിതയാണ്. ആ കവിതയിൽ ഞാൻ പറയുന്നുണ്ട്, എനിക്കെൻ്റെ ജാതിയാണ് വലുത്, ജാതി ചോദിക്കണം, ചിന്തിക്കണം, പറയണം എന്നതാണ് എൻ്റെ പക്ഷം. ജാതി കൊണ്ട് സ്ഥാനവും മാനവും നേടുന്നത് കാണുമ്പോൾ, ജാതി കൊണ്ട് ജനത്തെ ജയിക്കാമെന്ന് കണ്ടപ്പോൾ ഞാനൊരു ജാതിക്കാരനായി. ജാതി കോട്ട കെട്ടി മറ്റു മതക്കാരൻ്റെ ശത്രുവാണെന്ന് തിരിച്ചറിഞ്ഞു. മറ്റു മതക്കാരെ വെറുക്കാൻ പഠിപ്പിച്ചു.
പക്ഷേ പ്രളയം എൻ്റെ ജാതിക്കോട്ട പിഴുതോണ്ട് പോയി. ശത്രുമതത്തിൻ്റെ ക്ഷേത്രവും മസ്ജിദും ദേവാലയവുമെല്ലാം ക്യാമ്പായി മാറിയ കോട്ടയാണ് എന്നെ കാത്തത്. ദൈവമേ, ഒരു പ്രളയം വേണ്ടി വന്നല്ലോ എൻ്റെ മനസ്സ് കഴുകി വൃത്തിയാക്കാൻ എന്ന് തുടങ്ങുന്ന ഒരു കവിതയാണ്. കവിത നേരിട്ട് പറയുന്നതിനേക്കാൾ ശക്തമായിട്ട് കവിത പറയുന്നുണ്ട്. അതെ, അത് വളരെ ഗംഭീരായി. അപ്പോൾ വലിയ സന്തോഷം. സാധാരണഗതിയിൽ കവിത പറഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കുക. ഇനി നമ്മൾ കാണുമ്പോഴും നമുക്ക് നല്ല കവിതയും ഒക്കെ ആയി തന്നെ സംസാരിക്കാൻ കഴിയട്ടെ, നല്ല വാർത്തകൾ സംസാരിക്കാൻ കഴിയട്ടെ. നല്ല എന്താ പറയുക, ഇപ്പോൾ ഈ പരാജയം ഒക്കെ ഒരു രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. പരാജയമൊക്കെ ഒരു ഘട്ടത്തിൽ വരും, പിന്നെയും നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളതാണല്ലോ. അപ്പോൾ വലിയ സന്തോഷം ആരിഫ്. നമ്മൾ വീണ്ടും കാണും, റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ തന്നെ വീണ്ടും കാണും. അപ്പോൾ വലിയ നന്ദി, എല്ലാ ആശംസകളും. അതെ, അരൂരിൽ നിയമസഭയിലേക്ക് അംഗം കുറിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടി ഇരിക്കാം. ശ്രീ എ. ആരിഫ്. അതെ അതെ, അരൂരിൽ ഇനിയും ഒരു അംഗത്തിന് ആരിഫിന് ബാല്യമുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ അത് നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഡോക്ടർ അരുൺകുമാർ. താങ്ക് യു. നമസ്കാരം.